കുളിച്ച് സുന്ദര കുട്ടപ്പന്മാര് കാൽപ്പാടൂല അപ്പുറത്ത് കാടാട്ടോ. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കുകയാണ്. ഇതിന്റെ ഉള്ളില് റെസ്റ്റ് എടുക്കുന്നത്. ഇതൊക്കെ ആന ഇറങ്ങി വന്നിട്ട് വഴിയാന്ന് തോന്നണല്ലേ ഇതൊക്കെ. ഇതാണ് ബിരിയാണി ലീഫ്. കറുകപ്പെട്ട് ഇതിന്ന് ഇതിന്റെ പട്ട ചെത്തിയെടുക്കണതാ. ഇതെന്തുവാ? അടിമുടി നനഞ്ഞ്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. വേഗട്ടെ വേഗം പോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. പുതിയ വണ്ടിയായിരിക്കും. தமிழ்ல தெரியலையே. இந்த சேட்டன் சொல்லி கையில கொடுக்கணும்ல. சேட்டன் சொல்லி டக்குன்னு கொடுக்கணும்ல. அவரு எவ்வளவு நேரம் வெட்டுற வரைக்கும் நின்றுட்டு இருந்தாரு. அதை வெட்டுங்கன்னு சொல்லிட்டு அவர் வெட்டுற வரைக்கும் வெயிட் பண்ணாரு பாவம். സാരി ചേട്ടാ. കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളായിട്ട് എല്ലാവരും ഇനി എല്ലാരും പോവാണേ. ചീപ്പ് ബാഗില് നമ്മുടെ വാപ്പിനെ കണ്ട എർത്തടിച്ച പോലെ. നമ്മളുടെ യാത്ര ഇവിടുന്ന് പിന്നെയും തുടങ്ങാണ്. പോവാ. അങ്ങനെ നമ്മളിതേ വാൾപ്പാറ ജംഗ്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിന്ന് ഈ നനഞ്ഞ് കുളിച്ച് കയറി വന്നതെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കൂലങ്കൽ റിവർ, വാൾപ്പാറയിലുള്ള കൂലങ്കൽ റിവറിൽ വന്ന് അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്ത വീഡിയോ ഒക്കെ അതിനിട്ടിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ആ റിവറിൽ നിന്ന് കയറിയിട്ട് നമ്മൾ ഇനി സിറ്റിയിലേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അത്ര അതിമനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറയാൻ പറ്റും. അത്രയും അടിപൊളി. ഇനി എന്താ നെക്സ്റ്റ് പരിപാടി? ഡാമാ. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ച് വിശക്കണ്ട ഐഷാക്ക്? വിശന്നാല് നമ്മൾ വേറെയാന്നാ. 1:30 ഇപ്പൊ ടൈം. 1:30 ഇയാള് ഫോട്ടോ എടുക്കാൻ നിൽക്കണ കാണാ. അത് വീഴാൻ പോണായിരിക്കും. നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ പോണം. ഇവിടുന്ന് ഇത് ഫുൾ ഇനി വാൾപ്പാറ ടൗണാ. കളർഫുൾ ആയിട്ടിരിക്കണ വീടുകളൊക്കെ ഫുൾ എല്ലാം കൂടി ഒരുമിച്ചാണ്. നല്ല ഭംഗി കാണാനായിട്ട്. അങ്ങറ്റത്ത് നോക്കിയേ മല. ആനേനെ പോലെ അല്ലേ? ആനയുടെ പുറംഭാഗം. ഹോട്ടൽ കിട്ടി. ഹോട്ടൽ റോളക്സ്. നമ്മ ഫുഡ് കഴിക്കാൻ പോവാ. എല്ലാരും നല്ല വിശന്ന് ഒരുങ്ങിയിരിക്കുവാണ്. പാടാ പോവാ. ഫുഡ് കഴിക്കാനിരുന്നതിന്റെ പുറകിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ഫുൾ തേയിലത്തോട്ടം. ഞങ്ങള് ബിരിയാണിയാ ഓർഡർ ചെയ്തേക്കണേ. ഇങ്ങോട്ട് കയറിയപ്പോ എല്ലാവർക്കും ബിരിയാണി മൂടാ. ഇപ്പൊ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു. ന്യൂസിന് ബിരിയാണിയാണോ? പെപ്സിസ് വേണം. അപ്പൊ എന്തെങ്കിലും മേടിക്കാം. ഐഷാക്ക് എന്താ വേണ്ടേ? ബിരിയാണിയാ? ഉനക്ക് ബിരിയാണിയാ? എന്ത് ഗെയിമാ? ലാംഗ്വേജ് ഗെയിം. നിങ്ങളുണ്ടോ ലാംഗ്വേജ്? ഇവരിവിടെ തകൃതിയായിട്ട് ബുക്ക് ചെയ്തു. ഞാൻ ചില്ലി ചിക്കനും കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കളിക്കാൻ ബോറായിരിക്കും. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മളിതാ പോവാണ്. ഇനി എവിടെയെങ്കിലും നല്ലൊരു പ്ലേസ് കണ്ടിട്ട് അവിടെ നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഈ ലേക്കിന്റെ സൈഡില് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു തന്നു.
ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകുമ്പോഴാണ് കുരങ്ങുമുടി. അങ്ങോട്ട് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ബിരിയാണി കഴിച്ച് ആ ഒരു മത്തിലങ്ങ് ഇരുന്നു. അത് കാരണം എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി നല്ല തണലൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ട് റെസ്റ്റ് എടുക്കാനാണ് അടുത്ത പരിപാടി. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. ഇത് നമ്മൾ എന്തോരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ലൈവിൽ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ അതിൻ്റെ കൂടെ ആ വെയിലുണ്ടെന്നുള്ളൂ, പക്ഷെ നല്ല കൂളാണ് സ്ഥലം, നല്ല ക്ലൈമറ്റാണ്. ആ ഒരു ഭംഗിയും ആ തണുത്ത കാറ്റും ഒക്കെ നമ്മളത് പോയി തന്നെ അനുഭവിക്കണം. അത്ര അടിപൊളി സ്ഥലമാണ് ഇത് വാൾപ്പാറ. അവിടെ എന്തോ ഫുഡ് ആളുകളെ ഈ ഫുഡ് വേസ്റ്റ് ഇട്ടേക്കണേ, അതാണ് മറ്റുള്ളവിടെ വന്നു. ചാക്കില് തേയില കൊണ്ടുപോണണ്ട ലോഡ്. വയറ് ഫുള്ളായി ഐഷ. ഗെയിം കളിക്കാനുള്ള ഫ്ലോ പോയി. അടക്കി വെച്ചേക്കണണ്ട. ഇത് നേരെ എന്റെ ഫാക്ടറിയിലേക്കായിരിക്കുമല്ലേ ഇതൊക്കെ പോണത്. ഏറ്റവും വലിയ ചാടി കളിക്കുന്നുണ്ടോ? പോവില്ലായിരിക്കടാ, അവരാ രീതിക്ക് അത് കെട്ടി വെച്ചിട്ടുണ്ടാവും. ഈ സൈഡില് ഈ ഒരു അമ്പലം ഇവിടുത്തെ ഒരു ഹൈലൈറ്റാ. എപ്പോ പോയാലും ഇത് ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടുത്തെ. കുരങ്ങന്മാരിരിക്കുന്ന സ്ഥലം അല്ലത് ഈ അമ്പലത്തിലാ കുരങ്ങന്മാരാ. എന്തോരം അമ്പലത്തിന് മേലുണ്ട്. വണ്ടി ഒന്ന് ഒതുക്കി ഞങ്ങള് റെസ്റ്റ് എടുക്കാൻ പോവാണേ. നല്ല കൂളിംഗ് ഇല്ല. റൗബി ഇതിന്റെ ഉള്ളില് റെസ്റ്റ് എടുക്കണേ, ഐഷ ഇതിന്റെ ഉള്ളില് റെസ്റ്റ് എടുക്കണേ. AC ഇട്ടേക്കണേടാ. ഒരാൾ ഇവിടെ കിടന്നത് നല്ല ഉറക്കം. ഇന്നൂസ് ഇന്നെവിടെ പോണേ? അയ്യോ അങ്ങോട്ടൊന്നും പോണ്ട. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണേ. നമ്മള് വാൾപ്പാറയിന്ന് മലക്കപ്പാറയിലേക്ക് പോണ റൂട്ടാണ് കേട്ടത്. ഫുഡൊക്കെ കഴിച്ചിട്ടേ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ചേരം വണ്ടി നിർത്തിയതാണ്. ഇതെവിടുത്തെ വ്യൂ നോക്കിയേ, കൊള്ളാല്ലേ? ഇവിടെ കുറച്ചേരം ഒന്ന് നടന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് നമുക്കൊരു 6 മണിക്കുള്ളിൽ ഫോറസ്റ്റ്, വാഴച്ചാല് ഫോറസ്റ്റ് കയറണം. അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ നമ്മളെ വണ്ടികളൊന്നും കടത്തി വിടൂല. പിള്ളേരൊക്കെ അങ്ങോട്ട് ഇറങ്ങി. വീഴരുതിട്ടാ, അട്ടേക്ക് ഉണ്ടാവും ചിലപ്പോ. ഇവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും, നല്ല കാറ്റുണ്ട് ഇവിടെ. എന്താ ഇവിടെ? വല്ല ആന, കടുവേ, കുറുക്കന എന്തിലൊക്കെ ഉണ്ടാവും. ഇങ്ങോട്ട് പോര്, പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ. കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കാൻ എങ്ങാണ്ട് വന്നേക്കണാന്ന് തോന്നുന്നു അയാള്. ഞങ്ങൾ ഈ വണ്ടി കണ്ടിട്ട് അങ്ങോട്ട് നോക്കിയതാ, അപ്പൊ കാടനങ്ങണ്. അപ്പൊ അയാള് വിറകൊക്കെ വെട്ടി ഇങ്ങനെ ഇടണണ്ട. ഇവിടെ എല്ലാം ആളുകൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങളും നല്ല നല്ല വ്യൂവാണ്. പിന്നെ തണുപ്പ് പൊതുവെ കുറവാണ് ഇപ്പോൾ. എടാ എൻ്റെ മോളിനെ രക്ഷിക്കടാ, ഹെൽപ്പ് ചെയ്യടാ. ഐഷാന്റെ ഡ്രസ്സ് അവിടെ ആ റിവറിൽ കുളിക്കാനും നീന്താനൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും നനഞ്ഞു. പിന്നെ ഒരു പഴയ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അവ അവിടെ കിടന്നു ഉറങ്ങല്ലേ കേട്ടാ. പില്ലോ ഉണ്ടായിരുന്നല്ല, പില്ലോ എന്തിയെ? ആ വെയിലില്ലടാ. ഇതേ 3 എണ്ണം കൂടി അതിന്റെ മേളിലോട്ട് കയറിപ്പോയി. എടാ വല്ല ആന ഇറങ്ങി വരൂട്ടാ. പിള്ളേര് വെറുതെ വൈബ് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ ഇരുന്നോ.
വിറക് വെട്ടാൻ വന്ന ചേട്ടൻ. പശു ആയിരിക്കും. പശു പശു. ഇങ്ങനെ ഇറങ്ങി വാ. ഒത്തിരി മേലെ പോയി. മൂന്നെണ്ണം കൂടി വന്ന നോക്കിയേ. ഉരുണ്ട് വീണാ നേരെ റോട്ടിൽ വന്ന് വീഴുള്ളൂ കേട്ടോ. അവിടെ ഒരു കനാല് ഉണ്ടെന്നോ, കനാൽ വെള്ളം ഒഴുകി വരാനുള്ള സ്ഥലം. അവന്മാർ അതിൽ കൂടെ പോന്നിട്ട് ഈ റോഡിൻ്റെ പുറത്ത് കൂടി വരും. ഹായ്. അത് ഈ മഴക്കാലത്ത് വെള്ളം ഒഴുകി വരാനുള്ള ഇതായിട്ട് കനാലിട്ടേക്കാന്ന് തോന്നുന്നു. എങ്ങോട്ട്? അവിടെ വേണ്ടടാ. അത് തന്നെയാണോ? ആണോ? അതാ പറഞ്ഞ ഇത് കാട്ട് കറുകയിരിക്കുമെന്ന്. കാട്ട് കറുക. ഇത് കറുക കണ്ടിട്ട് ഇത് കറുക മരം പോലെ തോന്നുന്നു, ഇതിൻ്റെ ലീവ്സും സ്മെല്ലും ഒക്കെ. പക്ഷെ അത്രയും നമ്മൾ യൂസ് ചെയ്യണ അതിൻ്റെ അത്രയും അങ്ങോട്ട് സ്മെല്ലില്ല. പക്ഷേ ഏതാണ്ടൊക്കെ ഒരുപോലെ തോന്നുന്നുണ്ട് സ്മെല്ല്. ഇത് ഉണങ്ങിയിരിപ്പുണ്ട്. ഇതെടുത്ത് അല്ലേ, എടുത്ത് പറഞ്ഞു കൊടുത്തേ. അതിന്റെ തന്നെ ഇതാ ആ ചേട്ടൻ പറഞ്ഞത് ബിരിയാണിപ്പട്ടയാന്ന്. അപ്പൊ നമ്മ ഉദ്ദേശിച്ച അപ്പൊ കറുകപ്പട്ട വേറെ ബിരിയാണിപ്പട്ട വേറെ. ആ ചേട്ടൻ പറയണ പിള്ളേരെ താഴെ അധികം വിടല്ലേന്ന്. വിളിച്ചുണ്ടോ. അപ്പോൾ ഇത് ബിരിയാണി കറുക. ഈ മരം ഇതാ സ്മെല്ലുണ്ട്. പിന്നെ അത്ര സ്ട്രോങ് അല്ല, പക്ഷെ എന്നാലും നല്ല സ്മെല്ലുണ്ട്. എന്താണ്ടൊക്കെ പെറുക്കിക്കൊണ്ട് തന്നെയുണ്ട്. എന്താണത്? അയ്യോ, ഇതേ ആനപ്പിണ്ടം കോലി കുത്തിക്കൊണ്ട് തന്നെ. അത് ഇവിടെ ഇരുന്ന് വെച്ചാൽ ചേട്ടൻ ആ വിറക് വെട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു അവിടെ ആനിമൽസ് ഒക്കെ ഇറങ്ങണതാണ്, ഇങ്ങോട്ട് കുട്ടികൾ വിടല്ലേന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അങ്ങോട്ട് പോവരുതെന്ന്. വാ കേറി വാ, പോവാ നമുക്ക്. പിള്ളേര് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറി. എടാ അവിടെ എങ്ങനെയുണ്ട് താഴെ? നല്ല പുഴ, കുറെ ആനപ്പുണ്ടാവും. 2 ദിവസം 3 ദിവസം അതിന് മുമ്പ് ഒന്നൊക്കെ ഉണ്ട് ആന. പുഴയുടെ അവിടെ ചതുപ്പ് സ്ഥലത്തൊക്കെ താന്നിരിപ്പുണ്ട് ആനപ്പിന്റെ കാൽപ്പാടൂല. ആണോ? അയ്യോ, 4 ദിവസം നല്ല രസം. ഇത് പോകുമ്പോ തന്നെ കാൽപ്പാടം ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ അപ്പുറത്ത് പുഴ, അതിന്റെ അപ്പുറത്ത് വേറെ കാടാണോ അതോ ഇതേപോലെ തേയിലത്തോട്ടോ? പിന്നെ അതിന്റെ തൊട്ട് ഇവിടെ ഒരു പുഴന്റെ അപ്പുറത്താണ് കാട്. അവിടെ ആനകളെ വൈബ് ഇറങ്ങിയപ്പോ ഇറങ്ങിയതല്ല തിരിച്ചു കയറാൻ പറ്റിയില്ല, അത്ര മാത്രം ഉണ്ടായിരുന്നു. നോക്കട്ടെ ഇതെന്തുവാ? ശരി, തേയിലക്കുരു. തേയിലന്റെ ബേ ലീഫ് ആണ്. ബിരിയാണി ലീഫ് ബിരിയാണിയിലൊക്കെ ഇടുന്നത്. ഇത് സ്മെല്ലുണ്ടാവും. നോക്കട്ടെ. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. റെസ്റ്റിംഗ് ടൈം ഒക്കെ കഴിഞ്ഞു. നമ്മുടെ തലങ്ങണി പൊഴുപ്പ് എല്ലാം അടിക്കണം. അതിന് നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇറങ്ങിയില്ല. നമ്മളെ പോലത്തെ ഇതില് പിള്ളേരുണ്ടാവും. അറ്റത്ത് പുഴ, ആനയുടെ കാൽപ്പാടിന്റെ അപ്പുറത്ത് പുഴേന്റെ അപ്പുറത്ത് കാടാണ് കേട്ടാ, മൊത്തം കാടാണ്. കാടാണോ ഇതേപോലെ തേയിലത്തോട്ടാണോ? കാട് പുഴേന്റെ അപ്പുറത്ത് കാട്. ഇതിൽ കൂടെ വഴിയുണ്ട്, ഇങ്ങനെ കേറി അങ്ങാടൊരു വഴിയുണ്ട്. ആന പോണ വഴി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആന ഇറങ്ങി വന്നിട്ട് വഴിയാന്ന് തോന്നണല്ലേ ഇതൊക്കെ. പിന്നെ അല്ലാണ്ട് വെറുതെ ഇത് വേണ്ട, നമുക്ക് വേണ്ട. അവിടെ പോവാന്നാ അടുത്തത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാണ്. അടുത്ത വീഡിയോ നമ്മൾ ഷോളയാർ ഡാമിന്റെ സൈഡിൽ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് വൈബാക്കുന്നതാണ് അടുത്ത വീഡിയോ. നല്ല
കൂൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു പ്ലേസ് ആണത്. അപ്പോൾ ഈ വീഡിയോ ഇതിൽ നമ്മൾ ഇത്രയും കട്ടാക്കി നിർത്തിയത് എന്താ വെച്ചാൽ ഇനി അത് ഒരുപാടായിട്ടുണ്ടെങ്കിൽ ലാഗ് ആവും, നിങ്ങൾക്കും അത് ബോറിംഗ് ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണണം. അതിൽ നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേ. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം പോന്നോട്ടെ. ഇതുപോലത്തെ ഞങ്ങളുടെ ഫാമിലി ഫണ്ണി മൊമെൻറ്റ്സും ട്രാവൽ എക്സ്പ്ലോറിങ് വീഡിയോസും എല്ലാം ഇനി ഉണ്ടാകുന്നതാണ്.